കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ദുരൂഹത ഇല്ല എന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. അതേസമയം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കെട്ടിടത്തിൽ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ വ്യാപാരശാലയ്ക്ക് തീപിടിച്ചത്. 7 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. നിലവിൽ ഈ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അതേസമയം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പോലീസ്, ബോംബ്, ഡോഗ് സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തുന്നത്. അതേസമയം കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. വസ്ത്രവ്യാപാരശാലയുടെ പങ്കാളികൾ തമ്മിൽ 2 ആഴ്ച മുൻപ് തർക്കമുണ്ടായിരുന്നു. ഉടമ മുകുന്ദനെ പാർട്ണറായ പ്രകാശൻ ആക്രമിച്ചിരുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കവും പാർട്ണർമാർ തമ്മിലുണ്ടായിരുന്നു. ഇതുൾപ്പെടെ കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷിക്കുന്നുണ്ട്. വിദഗ്ധ സംഘം പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിക്കും കൈമാറും. 24 കോഴിക്കോട്.